ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകിയത് മുൻഗണന ലംഘിച്ച് 20 വർഷം ശിക്ഷ അനുഭവിച്ച രോഗികൾ ഉൾപ്പെടെ അർഹരായവരെ പിന്തള്ളിയാണ് ഷെറിന് അനുകൂലമായി ഫയൽ നീങ്ങിയത്. ശിക്ഷാ കാലയളവിൽ പല ജയിലുകളിലും ഷെറിനുണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഗണിച്ചില്ല എന്നും ആക്ഷേപമുണ്ട്. 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയെന്ന കാരണത്താലാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ഷെറിന് മോചനം നൽകാനുള്ള മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ജയിൽ ഉപദേശക സമിതി നൽകിയ ശുപാർശയിലാണ് നടപടി. 20 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിച്ചവരെ വിട്ടയക്കണമെന്ന ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശ പരിഗണിക്കാതെയാണ് ഷെറിന് മാത്രമായി ഇളവ് കിട്ടിയത്. ജയിലുകളിൽ ഷെറിന് കിട്ടിയ ആനുകൂല്യങ്ങളുടെ തുടർച്ചയാണ് വിടുതലും. എന്നാൽ 20 വർഷം വരെ തടവ് പൂർത്തിയായവർക്ക് ഈ ആനുകൂല്യം കിട്ടിയില്ല. ഇവരിൽ പലരും രോഗികളാണ്. 3 മാസം മുമ്പാണ് കണ്ണൂർ ജയിൽ ഉപദേശക സമിതി ശുപാർശ നൽകിയത്. അതിവേഗം ശുപാർശ ജയിൽ DGP വഴി മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തി. സാധാരണ ഇളവ് കൊടുക്കുമ്പോൾ പ്രതികളുടെ ജയിലിലെ പ്രവർത്തനവും പരിഗണിക്കാറുണ്ട്. എന്നാൽ താമസിച്ച ജയിലുകളിലെല്ലാം സഹതടവുകാരുമായും ഉദ്യോഗസ്ഥരുമായും ഷെറിൻ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അതൊന്നും പരിഗണിച്ചില്ല. പോലീസ് റിപ്പോർട്ടും പ്രൊബേഷൻ റിപ്പോർട്ടും ഷെറിന് അനുകൂലമായിരുന്നു. ക്യാബിനറ്റിൽ ഒരു മന്ത്രിയുടെ പിന്തുണയും ഷെറിന് കിട്ടിയതായും സൂചനയുണ്ട്. ഷെറിനൊപ്പം ശിക്ഷിക്കപ്പെട്ട കാമുകൻ ബാസിത്ത് അലിയെ നല്ല നടപ്പ് പരിഗണിച്ച് തിരുവനന്തപുരം നെട്ടുകാൽത്തേരി തുറന്ന ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാസിത്ത് അലിയെ മോചനത്തിനായി പരിഗണിച്ചില്ല. മന്ത്രിസഭായോഗ ശുപാർശ ഗവർണർ കൂടി അംഗീകരിച്ചാലേ ഷെറിന് പുറത്തിറങ്ങാനാകൂ. അതേസമയം സ്ത്രീ തടവുകാരി എന്ന പരിഗണന മാത്രമേ ഷെറിന് നൽകിയിട്ടുള്ളൂവെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. 24 തിരുവനന്തപുരം.